മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തിയ കുമ്മനം രാജശേഖരൻ അയ്യപ്പനെ കാണാൻ കെട്ടും നിറച്ച് ശബരിമലയിലേക്ക്. സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ശബരിമല ദർശനത്തിനായി യാത്ര തിരിച്ചു. രാവിലെ 6 മണിയോടെ തിരുവനന്തപുരം തക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. നിരവധി പ്രവർത്തകരാണ് കെട്ടുനിറയ്ക്കാൻ അദ്ദേഹത്തോടൊപ്പം എത്തിയത്. ശബരിമല തന്ത്രി കണ്ഠർ മോഹനരുടെ അമ്മയും മഹേശ്വരുടെ ഭാര്യയുമായ ദേവിക അന്തർജനമാണ് കുമ്മനം രാജശേഖരന് ഇരുമുടിക്കെട്ട് താങ്ങി നൽകിയത്. ശബരിമല മുൻ മേൽശാന്തി ഗോശാല വിഷ്ണു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പന്തളം കൊട്ടാരത്തിലും ആറന്മുള ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാകും കുമ്മനം ശബരിമലയിൽ എത്തുക. ശബരിമല കർമ്മസമിതി ദേശീയോപാധ്യക്ഷനും മുൻ DGPയുമായ ഡോക്ടർ TP സെൻകുമാർ, സംവിധായകൻ വിജി തമ്പി, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് H സുരേഷ് എന്നിവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു. 10 ദിവസത്തെ ഉത്സവത്തിനും മീന പൂജകൾക്കുമായി കഴിഞ്ഞ ദിവസമാണ് ശബരിമല നട തുറന്നത്. എന്നാൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്നപ്പോൾ മിസോറാം ഗവർണർ പദവിയിലിരുന്ന കുമ്മനം ശബരിമല ദർശനം നടത്തിയിരുന്നില്ല. അയ്യപ്പ സേവാ സംഘത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കുമ്മനം രാജശേഖരൻ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വിവാദങ്ങൾ അരങ്ങേറിയപ്പോൾ മിസോറാം ഗവർണർ പദവിയിലായിരുന്നു. നാളുകൾക്ക് ശേഷമാണ് കുമ്മനത്തിന്റെ ശബരിമല സന്ദർശനം. ഇത് ഏറെ ശ്രദ്ധേയമാവുകയാണ്. ശബരിമലയെ പ്രചരണ ആയുധമാക്കരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഉത്തരവിനെതിരെ കുമ്മനം പ്രസ്താവനയും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശബരിമല ദർശനത്തിനായി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ പ്രചരണം ആരംഭിച്ചിരുന്നു. ലത്തീൻ സഭാ മേജർ ആർച്ച് ബിഷപ്പ് സൂസപാക്യം ഉൾപ്പെടെയുള്ള മത മേലധ്യക്ഷന്മാരെയും സാംസ്കാരിക നായകരെയും കണ്ട് പിന്തുണ നേടിയിരുന്നു. എന്നാൽ ശബരിമല വിഷയം എത്ര വിലക്കിയാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാൻ പോകില്ലെന്നും കുമ്മനം വ്യക്തമാക്കിയിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യം എന്ന നിലയിൽ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുമെന്നും ശബരിമല വിഷയം ഉന്നയിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമാകുമെന്നും കുമ്മനം പറഞ്ഞിരുന്നു. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന് പറയാൻ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കഴിയില്ല. ഇതിനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമാകൂ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാകും വിധം പ്രചരണം നടത്താൻ പാടില്ലെന്നും ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും കഴിഞ്ഞ ദിവസം ടിക്കാറാം മീണ പറഞ്ഞിരുന്നു. എന്നാൽ ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുതെന്ന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തിനെതിരെ BJP നേതാവ് K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ശബരിമല വിഷയം പ്രചരണമാക്കരുതെന്ന് പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അവകാശമില്ലെന്നും ശബരിമല യുവതീ പ്രവേശനം തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കുമെന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, അതിനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ശബരിമല ചർച്ച ചെയ്യാമോ അയോധ്യ ചർച്ച ചെയ്യാമോ എന്നുള്ളത് പറയാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ലെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് K സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.